ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് ഇന്നത്തേത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3/4 കപ്പോളം ഗോതമ്പ് പൊടി എടുക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുത്ത് ചേർക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പോളം ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി ചേർക്കാം. 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുത്ത് വരാം. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതും കൂടി ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ മാവ് കൊണ്ട് ഗോതമ്പ് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. വല്ലാതെ അങ്ങ് ടൈറ്റായിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. വല്ലാതെ ടൈറ്റായി പോയാൽ ഈ കൊഴുക്കട്ട വല്ലാതെ ഹാർഡായി പോകും. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്താൽ നല്ലൊരു മയം കിട്ടും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇത് കുഴച്ചെടുക്കുമ്പോൾ വല്ലാതെ അങ്ങ് ലൂസായി പോകാനും പാടില്ല. നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ കയ്യിൽ ആക്കിയതിന് ശേഷം വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. മുഴുവൻ മാവും ഞാനിവിടെ കുഞ്ഞു ബോൾസാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒന്നുകിൽ ആവിയിൽ വേവിച്ചെടുക്കാം, ഇല്ലെങ്കിൽ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് അങ്ങനെയും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട ഉടനെ തവി കൊണ്ട് ഇളക്കാൻ പാടില്ല. തവിയിൽ ഒട്ടിപ്പിടിക്കും. നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. ഈ വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴേക്കും ഈ ബോൾസൊക്കെ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരും. ഇത് കണ്ടില്ലേ. ഇനി ഇത് ഒട്ടിപ്പിടിക്കുകയില്ല. ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഗോതമ്പ് കൊഴുക്കട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് കണ്ടില്ലേ, പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഈ വെള്ളത്തിൽ നിന്നും കോരി മാറ്റാം. കൊഴുക്കട്ട വെന്ത വെള്ളവും കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് നെയ്യും തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്ത് ഈ വെള്ളവും പലരും കുടിക്കാറുണ്ട്. അപ്പോൾ ഇത് മുഴുവനും ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വറവ് ഇടുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ സവാളയാണ് ചേർക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ക്രഞ്ചി ആയിട്ടിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് കൊഴുക്കട്ട കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ച തേങ്ങ കൂടി ചേർക്കുകയാണ്. നമ്മൾ പൊടി കുഴയ്ക്കുമ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് തേങ്ങ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുത്ത് 2 മിനിറ്റ് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഇത് അടുപ്പത്ത് തന്നെ വയ്ക്കാം. ഒന്ന് ആവി കയറിയാൽ മതി, അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തു വിടാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് ചെറിയ തേങ്ങ കൂടി വിതറി ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളിൽ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.